അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഡയറി. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, മിസ്റ്റർ ഫൗസ്റ്റീന ഡയറി 1601 ഖണ്ഡികയില് വിശുദ്ധിയോട് ഈശോ പറഞ്ഞു കൊടുത്ത വലിയൊരു ആത്മീയ രഹസ്യം നമ്മളത് ചിന്തിക്കുകയാണ്. ഇന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, മകളെ, നീ കുമ്പസാരിക്കുവാനായി എൻ്റെ കരുണയുടെ നീരുറവിയെ സമീപിക്കുമ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തവും ജലവും നിന്റെ ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങി അതിനെ വിശുദ്ധീകരിക്കുന്നു. ഓരോ പ്രാവശ്യവും നീ കുമ്പസാരിക്കുവാനായി അണയുമ്പോഴും ഏറ്റവും വലിയ ശരണത്തോടെ നിന്നെ തന്നെ എൻ്റെ കരുണയിൽ ആഴ്ത്തുക. അങ്ങനെ എൻ്റെ കൃപാസമൃദ്ധിയിൽ നിന്റെ ആത്മാവിൽ ഞാൻ വർഷിക്കട്ടെ. കുമ്പസാരക്കൂടിനെ സമീപിക്കുമ്പോൾ നീ ഒരു കാര്യം ഓർക്കണം, നിനക്ക് വേണ്ടി അതിനുള്ളിൽ കാത്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. പുരോഹിതനിൽ ഞാൻ മറഞ്ഞിരിക്കുന്നെങ്കിലും നിന്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്നത് ഞാനായിരിക്കും, ഞാൻ തന്നെയായിരിക്കും. ഇവിടെ ആത്മാവിന്റെ ദുരിതം ദൈവത്തിന്റെ കരുണയെ കണ്ടെത്തുന്നു. കരുണയുടെ ഈ ഉറവയിൽ നിന്ന് ശരണമാകുന്ന പാത്രം ഉപയോഗിച്ച് മാത്രമേ കൃപകൾ കോരിയെടുക്കാൻ കഴിയൂ എന്ന് ആത്മാക്കളോട് പറയുക. അവരുടെ ശരണം വലുതാണെങ്കിൽ എന്റെ ഔദാര്യത്തിന് അതിരവുകൾ ഉണ്ടാവുകയില്ല. കൃപയുടെ പ്രവാഹം എളിമയുള്ള ആത്മാക്കളെ മൂടിക്കളയും. അഹങ്കാരികളിൽ നിന്ന് എന്റെ കൃപ എളിമയുള്ള ആത്മാക്കളിലേക്ക് വഴിമാറി ഒഴുകുന്നത് കൊണ്ട് അവർ എപ്പോഴും ആത്മീയ ദാരിദ്ര്യത്തിലും ദുരിതത്തിലുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈശോടെ വെളിപ്പെടുത്തുക, കുമ്പസാരക്കൂട്ടിലേക്ക് നീ കടന്നു വരുന്ന സമയം എന്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകുന്ന രക്തവും ജലവും നിന്റെ ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങി അതിനെ വിശുദ്ധീകരിക്കുന്നു. ഓരോ പ്രാവശ്യവും നീ കുമ്പസാരിക്കാനുമായി അണയുമ്പോൾ ഏറ്റവും വലിയ ശരണത്തോടെ നിന്നെ തന്നെ എന്റെ കരുണയിൽ ആഴ്ത്തുക. അങ്ങനെ എന്റെ കൃപാസമൃദ്ധി നിന്റെ ആത്മാവിൽ ഞാൻ വർഷിക്കട്ടെ. കുമ്പസാരക്കൂടിനെ സമീപിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നിനക്ക് വേണ്ടി അതിനുള്ളിൽ കാത്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ പറയാണ്, നീ കുമ്പസാരക്കൂട്ടിലേക്ക് വരുമ്പോ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനാണ് നിനക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നത്. നീ കരുണയിൽ ശരണപ്പെട്ട് അനുതാപത്തോടെ നിന്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ എന്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകുന്ന രക്തവും ജലവും നിന്നെ വിശുദ്ധീകരിക്കുന്നു. എന്റെ കരുണ നിന്നെ സമ്പന്നതയിലേക്ക് നയിക്കുന്നു. നിന്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി പുരോഹിതനിൽ മറഞ്ഞിരുന്നു കൊണ്ട് കരുണയുടെ അത്ഭുത ശക്തിയെ ഞാൻ വർഷിക്കുന്നുവെന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ്. ശരണമാകുന്ന പാത്രം കൊണ്ട് മാത്രമേ ദൈവകരുണയിൽ കൃപ കോരിയെടുക്കാൻ നമുക്ക് കഴിയൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞേ, എന്റെ കയ്യൊപ്പുള്ള ഛായാചിത്രം എഴുതി വരയ്ക്കണം. എന്താണ് കയ്യൊപ്പുള്ള ഛായാചിത്രം? ഈശോയെ, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. കർത്താവേ, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. ഈ കരുണ നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാൻ ഈശോ ഒറ്റ മാർഗമാണ് നിർദ്ദേശിക്കുന്നത്. ട്രസ്റ്റ് ഹിസ് മേഴ്സി. ദൈവ കരുണയിൽ ശരണപ്പെടുക. നമുക്ക് ഈശോയുടെ കരുണയിൽ ശരണപ്പെട്ട അവിടുത്തെ തിരുവിലാവുന്ന രക്തവും ജലവും ഒഴുക്കി നമ്മെ വിശുദ്ധീകരിക്കാൻ കാത്തിരിക്കുന്ന കരുണയുടെ സിംഹാസനമായ കുമ്പസാരക്കൂടിനെ ചേർത്ത് പിടിച്ച് വിശുദ്ധനും വിശുദ്ധയുമായി ഈശോയുടെ ഏറ്റവും സ്നേഹം വിളമ്പുന്ന ഒരാത്മാവായി നമുക്ക് രൂപപ്പെടാം. ഈശോയെ, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു.